നമസ്കാരം. അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും വിമർശിക്കുന്ന ലേഖനം താൻ വായിച്ചുവെന്നും അതേക്കുറിച്ച് തനിക്ക് അഭിപ്രായമുണ്ടെങ്കിലും പറയുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ ശശി തരൂരിൻ്റെ ലേഖനം താൻ വായിച്ചിരുന്നു. തനിക്ക് അതേക്കുറിച്ച് അഭിപ്രായമുണ്ട്, എന്നാൽ പറയുന്നില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാനല്ല, ദേശീയ നേതൃത്വമാണ് അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഞാനൊരു കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചും അഭിപ്രായം പറയാനില്ല. എനിക്ക് പരാതിയുണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ഈ കാര്യത്തിൽ അവരാണ് അഭിപ്രായം പറയേണ്ടതെന്നും വി.ഡി. സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിയായി തന്നെ കാണാൻ ജനം ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം തരൂർ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിനെ വി.ഡി. സതീശൻ പരിഹസിക്കുകയായിരുന്നു. ഏത് സർവേ? ഇഷ്ടം പോലെ സർവേ ദിവസവും വരുന്നുണ്ട്, അതിലൊന്നും അഭിപ്രായം പറയാൻ ഇല്ല. തരൂർ പങ്കുവച്ചത് ഏത് സർവേയാണെന്ന് അറിയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇരകളാക്കപ്പെടുന്നത് വിദ്യാർത്ഥികളാണെന്നത് മറക്കരുത്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷം നടക്കുന്നു. 13 സർവകലാശാലകളിൽ 12ലും VC-മാരില്ല. ഗവർണർക്കെതിരെ സമരം ചെയ്ത SFI ജീവനക്കാരെയും വിദ്യാർത്ഥികളെയുമാണ് മർദ്ദിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും അവസാന നിമിഷം പ്രോസ്പെക്ടസ് തിരുത്തുമോ? എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ്. ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലത്ത് സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും. സെനറ്റ് ഹാളിൽ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട നിസ്സാര പ്രശ്നം തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ല. മുഖ്യമന്ത്രി ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ കോടികളുടെ അഴിമതി നടന്നെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഗ്രഫീൻ അറോറ പദ്ധതിയുടെ ഉത്തരവ് ഇറങ്ങിയ ശേഷം രൂപീകരിച്ച കമ്പനിക്കാണ് കരാറ് നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് പണം നൽകുകയും ചെയ്തെന്നാണ് VC റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കോടികളുടെ അഴിമതിയാണ് നടന്നത്. സ്ഥലം ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരും പണമുണ്ടാക്കുകയാണ്. ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ എന്ന കമ്പനിക്കാണ് കരാർ. അതിന് പിന്നിൽ വേണ്ടപ്പെട്ടവർ എല്ലാമുണ്ട്. ഇതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി എന്നും വി.ഡി. സതീശൻ പറഞ്ഞു.